ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അവിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വടയുടെ റെസിപ്പിയാണ് കേട്ടോ. നല്ലപോലെ മൊരിഞ്ഞ് കിട്ടുന്ന ഈ വട ഉണ്ടാക്കാനായിട്ട് ആദ്യം ഞാനൊരു ബൗളിലോട്ട് 250 ml കപ്പിന് ഒരു 2 കപ്പ് അവിലാണ് കേട്ടോ ഒന്ന് ചേർത്തിട്ട് കൊടുക്കുന്നത്. ഞാനൊരു വെള്ള അവിലാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം ചുവപ്പ് അവിലാലൊന്നും കുഴപ്പമില്ല കേട്ടോ, അവിടെ ഏതായാലും മതിയേ. ഈ അവിലൊന്ന് ഞാൻ ഇവിടെ ഒരു അരിപ്പയിലോട്ട് ഇട്ടെടുത്ത ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം അതിൻ്റെ മുകളിലായിട്ട് വെള്ളം ഒന്ന് ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലോട്ടൊന്ന് ഒഴിച്ചിട്ട് കൊടുക്കുക. ഒരുപാടൊന്നും കഴുകിയെടുക്കണ്ട കേട്ടോ. ഇനി അതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ അവിലോട്ടൊരു ഞാൻ അര കപ്പ് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് കുതിരാനായിട്ട് വെക്കാം. വെള്ളം കൂടി പോവരുത് കേട്ടോ. ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുതിരാനായിട്ടൊന്ന് വെച്ചിട്ടുണ്ട്. ഏകദേശം 10 മിനിറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇനി മൂടി ഒന്ന് തുറന്നിട്ട് എടുക്കാം. നമ്മളത്തെ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്കിലോട്ട് 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒന്ന് ചേർത്തിട്ട് കൊടുക്കാം. ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കാനുള്ള റവയാണ് കേട്ടോ. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ റവയാണ് കേട്ടോ ഒന്ന് എടുത്തിട്ടുള്ളത്. അതും കൂടെ ഇതിലോട്ടൊന്ന് ചേർത്തിട്ട് കൊടുക്കാം. ശേഷം കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. നല്ലപോലെ ഒന്ന് കൈ വെച്ചൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വേണ്ടത് ഒരു വലിയൊരു സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടില്ലാണ് കേട്ടത്. അതിലോട്ടൊന്ന് ചേർത്തിട്ടെടുക്കാം. അപ്പോൾ അതിനടുത്തായിട്ട് ഒരു പച്ചമുളകൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു 2 അല്ലി വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പില ഒന്ന് കട്ട് ചെയ്തും കൂടെ ഒന്ന് ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 5 കുരുമുളക് ഒന്ന് ചതച്ചെടുത്തില്ലാണ്ട് അതും കൂടെ ഒന്ന് ചേർത്തിട്ട് കൊടുക്കാം. പൊടിയല്ല കേട്ടോ, ചതച്ചെടുത്തുള്ള കുരുമുളകാണ്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും അപ്പോൾ ഞാൻ പിഞ്ച് ബേക്കിംഗ് സോഡ കൂടെ ഒന്ന് ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തിരി ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ കുറച്ചൊന്ന് ലൂസായിട്ട് ഇരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ അരിപ്പൊടി ഒന്ന് ചേർത്തിട്ട് കൊടുത്താൽ മതിയേ. ഇതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാനായിട്ട് ഞാൻ കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് കുറച്ച് ഒരേശമായിട്ട് ഒരു ബോൾസാക്കി എന്നിട്ട് എടുത്ത ശേഷം കയ്യിൽ വെച്ച് നടുവിലായിട്ട് കുഴി പോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് എടുക്കാം. നമ്മൾ ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കിയെടുക്കില്ല, ആ രീതിയിലൊന്ന് ചെയ്തിട്ട് എടുക്കാം. ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ മുഴുവനായിട്ട് ഞാൻ അതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അതിനായിട്ട് ചട്ടിയിലോട്ട് കുറച്ച് എണ്ണ ഒന്ന് ഒഴിച്ചിട്ട് എടുക്കാം. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ഓരോന്നായിട്ട് ഇട്ടിട്ട് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. മീഡിയം ഫ്ലെയിം ഇട്ട് വേണം ഫ്രൈ ചെയ്തിട്ടെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഉൾഭാഗം ഒന്ന് വെന്ത് കിട്ടില്ല. അതിനായിട്ട് മീഡിയം ഫ്ലെയിം ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അടിഭാഗം ചെറുതായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് എടുക്കാം. അങ്ങനെ തിരിച്ച് മറിച്ചിട്ടെടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. 2 ഭാഗം നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ലപോലെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ചട്ടി നമുക്ക് കോരിയിട്ടെടുക്കാം. കണ്ടോ, നല്ലപോലെ തന്നെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ ബാക്കിയെല്ലാം ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ അവിൽ വെച്ചിട്ടുള്ള വട ഇവിടെ റെഡി ആയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. ആ ചൂടോട് കൂടെ തന്നെയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം വൈകുന്നേരം 4 മണി ചായയുടെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ഐറ്റമാണ്. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.